ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഏട്ടനവിടെ വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിയും വരാൻ. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ എൻ്റെ ഇവിടുത്തെ വീഡിയോസ് ആവും നിങ്ങൾ കാണുക എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ അമ്മ വർക്കിന് രാവിലെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ എനിക്കാട്ടോ. അപ്പോൾ പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അവിടെ കുറച്ചൊന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ ഉള്ളത്തെ പണി കേട്ടോ, ഉള്ളത്തെ അടുക്കളയിൽ. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ കുറച്ചുള്ളായിരുന്നു, കാരണം കുറച്ച് ബാക്കിയൊക്കെ അമ്മ കേൾക്കിയിട്ടാണ് പോയത്. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ കേൾക്കി. പിന്നെ അവിടെ സ്ലാവുകളൊക്കെ ഒന്ന് തുടച്ചിട്ട് ശേഷം പിന്നെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. അപ്പോൾ അടിച്ചു വാരി റിച്ചൂട്ടൻ എനിക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുക്കള ആദ്യം ഞാൻ അടിച്ചു വാരി ക്ലീനാക്കി തുടച്ചിട്ടു. പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുക്കള നമുക്കൊന്ന് ക്ലീനായി കഴിഞ്ഞൊരു സമാധാനമാണല്ലോ. പിന്നെ അത് ചെയ്ത് വരുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിരുന്നു. അത് ഞാൻ അരി ഇട്ടിട്ട് പിന്നെ നേരെ ഉള്ളിലത്തെ പണികളൊക്കെ കിടന്നിട്ടാ. ഉള്ളിൽ ഹാളും റൂമുകളും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് നല്ലോണം അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇതിപ്പോൾ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹാള് പിന്നെ അത് സ്റ്റെയറിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ റൂമുകളൊക്കെ ഒന്ന് തുടച്ച് വരുമ്പോഴേക്കിനും പിന്നെ മിറ്റൊന്ന് അടിച്ചു വരാണ്ടായിരുന്നു. രാവിലെ ഒന്നും നീച്ചിട്ട് തന്നെ അടിച്ചു വരിയിട്ടില്ലായിരുന്നു. പിന്നെ മിറ്റൊക്കെ ഒന്ന് അടിച്ചു ഒന്ന് ക്ലീനാക്കി. പിന്നെ ചെടികൾക്ക് വെള്ളം നനച്ചിട്ടോ, കാരണം ഇന്നലെ ഒന്നും ചെടി നനച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ട് വാടിക്കിടന്ന് പിന്നെ ചെടി നനച്ചു. പിന്നെ ബാത്റൂം കേകി, ഉള്ളത്തെ ബാത്റൂം ഇട്ടത് ബാത്റൂം കേകി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അലക്കിയിടാൻ. അപ്പോൾ ഇൻ്റെത് മാത്രമേ ഉള്ളായിരുന്നു. അമ്മേൻ്റെ ഒക്കെ പിന്നെ അമ്മ വർക്കിന് വന്ന് വരുമ്പോൾ വൈകുന്നേരം തന്നെ അലക്കിയിടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിച്ചൂട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവനക്ക് പിന്നെ വെള്ളം കണ്ട പ്രാന്താണ്, കാരണം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ തിരുമ്പി ശേഷം അവനെ അപ്പം തന്നെ കുളിപ്പിച്ചും ചെയ്തു. കുളിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ ചോറിനൊക്കെ ഉള്ള വെള്ളം ചായക്കുള്ളതൊക്കെ ഞാൻ കിണറിൽ നിന്ന് തന്നെ മുക്കിക്കൊണ്ടുവരാം കേട്ടോ. കാരണം നേരിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം അങ്ങനെ എടുക്കാറില്ല ഇവിടെ. കാരണം അമ്മയായാലും അനിയനായാലും പിന്നെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ മുക്കലാണ് കിണറിൽ നിന്ന്. പിന്നെ അപ്പോഴേക്കിനും മട്ടരി ആയതുകൊണ്ട് കുറേ നേരമായിട്ടോ വെന്ത് കിട്ടാൻ ചോറ്. അപ്പോൾ പിന്നെ ആ കൂറ്റി വെച്ചു. ആ ചൂടിൽ തന്നെ പിന്നെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടോ. അപ്പോൾ വെള്ളമല്ലായിരുന്നു കുടിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി. കാരണം എല്ലാ പണികളും കഴിഞ്ഞിട്ടൊന്ന് കുളിച്ചപ്പോൾ ഒരു സമാധാനമുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിട്ടോ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കല്ല, അപ്പോൾ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് ഇന്നലെ മിക്സാക്കി വെച്ച മീനുണ്ടായിരുന്നു, അത് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ പൊരിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിക്സ് മീൻ പൊരിക്കണത് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യുക വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.